നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഫെബ്രുവരി പകുതിയായപ്പോഴേക്കും കടുത്ത വേനലാണ് കേരളത്തിൽ. ദിവസം തോറും ചൂട് കൂടുന്നു. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കുട്ടികളിലടക്കം പനിയും ചുമയും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും പനി ബാധിതരുടെ എണ്ണം കൂടിക്കഴിഞ്ഞു. സാധാരണ ഫെബ്രുവരി മാസങ്ങളിൽ ഇത്തരമൊരു വൈറൽ പനി സാധ്യത താരതമ്യേന കുറവാണ്. വേനൽക്കാലത്തിന് മുന്നോടിയായി വൈറൽ പനി പടർന്നു പിടിക്കാറുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമാണ് രോഗവ്യാപനത്തിന് പിന്നിലെ പ്രധാന കാരണം. തൊണ്ടവേദനയിൽ തുടങ്ങി ശരീരവേദനയായും പനിയായും പിന്നെ ചുമയിലേക്കും നീളുന്ന വൈറൽ ഫീവറാണ് ഇത്തവണത്തെ വേനൽക്കാല വില്ലൻ. പനി മാറിയിട്ടും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമയും ക്ഷീണവുമാണ് പനി രോഗികളിൽ അവശേഷിക്കുന്നത്. ശ്വാസകോശത്തെ ബാധിക്കുന്ന റെസ്പിറേറ്ററി വൈറസുകളാണ് പനിക്ക് ശേഷമുള്ള ചുമയിലേക്ക് നയിക്കുന്നവയിൽ പ്രധാനി. തൊണ്ടവേദനയാവും ആദ്യ രോഗലക്ഷണം. വൈറസ് ശ്വസന വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നത് ചുമ മാറാത്തതിന് കാരണമാകാറുണ്ട്. വൈറസിന്റെ ശരീരം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി നീർക്കെട്ടും ചുമയും ഉണ്ടായേക്കാം. ചിലരിൽ ഇത് ശബ്ദനാളത്തെയും ശ്വസനനാളത്തെയും അസ്വസ്ഥമാക്കുന്ന ചുമ മാത്രമായിരിക്കാം. മറ്റു ചിലരിൽ അല്പം കൂടി രൂക്ഷമായി വെളുത്ത കഫവും ശ്വാസം മുട്ടലും ഉണ്ടാക്കുന്ന ബ്രോങ്കൈറ്റിസ് ആവാനും സാധ്യതയുണ്ട്. പനിക്ക് ശേഷം 2 ആഴ്ച വരെ ഈ ചുമ തുടരുന്നുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വിവിധ തരം ഇൻഫ്ലുവൻസ വൈറസുകളാണ് പനിക്ക് കാരണമാകുന്നത്. പൊടിക്കൈകൾ മാറ്റി നിർത്തി ചികിത്സ തേടുക എന്നത് തന്നെയാണ് പ്രധാന പ്രതിവിധി. മാസ്ക് ധരിക്കുക, ശുചിത്വം പാലിക്കുക തുടങ്ങിയ പൊതുവായ കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെ ഒരു പരിധിവരെ ഈ വില്ലൻ പനിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാം.